സാർ ക്ലാപ്പ് സൗണ്ട്. പോലീസുകാർക്ക് എന്താ ഈ വീട്ടുകാര്യം? തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ അരിമണി ഞാൻ പറക്കെടുത്തു. തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ വീട് ഞാൻ അരിച്ചു. മനസ്സിലായി. ഇനി രാമനായരുടെ വീട് മാത്രം ബാക്കിയുള്ളൂ. തോന്നക്കൽ പഞ്ചായത്ത്. പോലീസുകാർക്ക് എന്താ ഈ വീട്ടുകാര്യം? തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ വീട് ഞാൻ അരിച്ചു പറക്കി. കൃഷ്ണൻകുട്ടിയുടെ വീട് മാത്രമേ ബാക്കിയുള്ളൂ. കൃഷ്ണൻകുട്ടിയല്ല, രാമനായർ. രാമനായർ തോന്നക്കൽ പഞ്ചായത്തല്ലേ? പഞ്ചായത്തിന് പേര് പറഞ്ഞു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയൂ. ഈ സാമാനം എന്റെ അണ്ണാക്കിലിട്ടല്ല അടിക്കേണ്ടത്. ഈ സാമാനത്തിന് പേരുണ്ട്, ക്ലാപ്പ് ബോർഡ്. അവന്റെ ഒരു ക്ലാപ്പ് ബോർഡ് നീ ഇങ്ങോട്ട് വാടാ. മുനയല്ല, എന്തിനാ ഈ ക്ലാപ്പ് ബോർഡ് ഉപയോഗിക്കുന്നത്? വൈ യൂസ് എ ക്ലാപ്പ് ബോർഡ്? ഷോർട്ട് ക്രാഫ്റ്റ് എപ്പിസോഡ് നമ്പർ അറിയില്ല, സോറി. ഞങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. പറയൂ. ചോദ്യങ്ങൾ എന്നും നല്ലതാണ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ ക്ലാപ്പ് ബോർഡ്? മണ്ടൻ അറിയില്ല. സില്ലി ബോയ്. A clapboard, also known as a dumb slate or movie slate, is used to synchronize visuals and sound and to mark the okay takes when they are filmed. Okay. ഞാൻ പരമാവധി ടെക്നിക്കൽ ടേംസ് ഒഴിവാക്കാൻ നോക്കാം. ക്ലാപ്പ് ബോർഡ് നമ്മുടെ എഡിറ്റേഴ്സിന്റെ പണി എളുപ്പമാക്കും. അതെങ്ങനെ? സൗണ്ടും വിഷ്വലും പെട്ടെന്ന് സിങ്ക് ചെയ്യുക എന്നതാണ് ക്ലാപ്പ് ബോർഡിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം. ഈ ക്ലാപ്പ് സൗണ്ട് ഒരു പീക്ക് ജനറേറ്റ് ചെയ്യും. ഒരു എഡിറ്റർക്ക് ക്യാമറയിൽ പതിഞ്ഞ ഓഡിയോയും ഓഡിയോ എക്യുപ്മെൻറ്റിൽ പതിഞ്ഞ ഓഡിയോ നോക്കി അതിൻ്റെ റൈസ് അനുസരിച്ച് ജസ്റ്റ് ലൈനപ്പ് ചെയ്താൽ മതി. സിമ്പിൾ. പിന്നെ ഒരു എഡിറ്റർക്ക് ഓക്കെ ടേക്ക് പെട്ടെന്ന് അറിയാനും ക്ലാപ്പ് ബോർഡിൻ്റെ ഇൻഫർമേഷൻ കൊണ്ട് പറ്റും. എന്തൊക്കെയാണ് ഈ ക്ലാപ്പ് ബോർഡിൽ കൊടുക്കുന്ന ഇൻഫർമേഷൻസ്? ഡയറക്ടർ, ആക്ഷൻ, ക്യാമറ, രണ്ടുപേരുടെയും പേര്. കൂടെ ചിലപ്പോൾ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ പേരും ഉണ്ടാകും. റോൾ, സീൻ, ടേക്ക്. റോൾ എന്ന് വെച്ചാൽ ക്യാമറയിലിടുന്ന കാർഡ് നമ്പർ. റോൾ A002. നമ്മൾ ഏത് ക്യാമറയാണോ യൂസ് ചെയ്യുന്നത് അത് റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ A. 002 ആ ക്യാമറയിൽ ഇൻസേർട്ട് ചെയ്യുന്ന കാർഡ് നമ്പർ. സീൻ, ഏത് സീനാണ് എടുക്കുന്നത്? സീൻ 15C, 15ാമത്തെ സീൻ. സി റെപ്രസെൻറ്റ്സ് ആംഗിൾ. ABC ആണ് ആംഗിളെങ്കിൽ C 3ാമത്തെ ആംഗിൾ. സീൻ നമ്പറിന് മുമ്പ് V എന്ന് എഴുതിയാൽ അത് VFX ഷോട്ട്. V മാറി X എന്നാണെങ്കിൽ അത് സെക്കൻഡ് യൂണിറ്റ്. സീൻ നമ്പർ എഴുതുമ്പോൾ ലെറ്റേഴ്സ് ISOZ ഒഴിവാക്കണം. കാരണം അതിനെ 1502 എന്ന് തെറ്റായി വായിക്കാൻ ചാൻസ് ഉണ്ട്. ടേക്ക്, എത്രാമത്തെ ടേക്ക്? ടേക്ക് 1, ടേക്ക് 154. ക്ലാപ്പ് അടിക്കുന്ന 7 വരിക്കണം മിനിമം ചില മര്യാദകളുണ്ട്. ബേസിക് കിറ്റി ഡ്രാമാറ്റിക് 7 സീൻ എടുത്തോണ്ടിരിക്കുമ്പോൾ ആർട്ടിസ്റ്റിന്റെ അണ്ണാക്കി കെട്ടിയിട്ടല്ല ക്ലാപ്പ് അടിക്കേണ്ടത്. മിനിമം ലെൻസിനെ പറ്റി ഒരു ധാരണയെങ്കിലും വേണം. സിംഗ് സൗണ്ട് ആണെങ്കിൽ സിംഗിൾ റൗണ്ട് ചെയ്യുന്നു, സിംഗ് സൗണ്ട് അല്ലെങ്കിൽ എം വോയിസ് റൗണ്ട് ചെയ്യുന്നു. ഞങ്ങളുടെ സംശയം തീർന്നിട്ടില്ലെങ്കിലോ? അല്ല, ചോദിക്കടാ. ഞാനോ? അല്ല പിന്നെ ഞാനോ? ചോദിക്കടാ. ഈ ഡമ്മി സ്ലേറ്റും സ്മാർട്ട് സ്ലേറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ? നമ്മുടെ കയ്യിലുള്ള ഈ കൺവെൻഷണൽ സ്ലേറ്റ് ഡമ്മി സ്ലേറ്റ്, ഇതല്ലാതെ ഇലക്ട്രോണിക് ടൈം കോഡ് ഉപയോഗിക്കുന്നത് സ്മാർട്ട് സ്ലേറ്റ്. അങ്ങനല്ലേ ചേട്ടാ? അതെ 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 അതെ.